ഒറ്റ കാര്യം പറഞ്ഞ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പെൻഷനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക 2016 എൻ്റെ മുമ്പിലുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു ഏറ്റവും കുറവ് പെൻഷൻ 1000 രൂപയാക്കി മാറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ പെൻഷൻ ഏറ്റവും കുറഞ്ഞത് 1000 രൂപയാക്കി. പ്രതിവർഷം അത് 100 വീതം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 2020 ഏപ്രിലിൽ പെൻഷൻ തുക 1300 നമ്മുടെ മുമ്പിൽ അത് ഇങ്ങനെ ഉദാഹരണമായിട്ടുണ്ട്. 1300 രൂപ പെൻഷൻ നൽകുന്നു. 35,83,886 നിന്നും 47,88,939 പെൻഷൻ ഉപഭോക്താക്കളുടെ എണ്ണം ഈ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചു. 47 ലക്ഷത്തിന്റെ മുകളിലേക്ക് വർദ്ധിച്ചു. ഡോക്ടർ ലാൽ, ഇനി 4 കൊല്ലം കൊണ്ട് 22,932.22 കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായി ഈ സർക്കാർ വിതരണം ചെയ്യുന്നത്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാന സർക്കാരുണ്ട്? കേന്ദ്ര സർക്കാർ ഇത് മാതൃകയാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പെൻഷൻ ഏറ്റുവാങ്ങുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ച കാണുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇങ്ങനെ ഒരു ബദലായി ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ മാറിയത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ BJP ഉൾപ്പെടെ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ ഈ മാതൃക അതാത് സംസ്ഥാനങ്ങളിൽ പിന്തുടർന്ന് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ നിലപാട് കൈക്കൊള്ളണം എന്ന ഒരു ഉദാഹരണം ഞാനിവിടെ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുകയാണ്. വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം 3 മേഖലകളിലെ വിഷയങ്ങളാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒന്ന്, പെൻഷനിൽ തുടങ്ങി വികസനത്തിലേക്ക് വരുന്നു. വികസനം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ലാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. IT രംഗം തന്നെ ആദ്യം എടുത്താൽ 29,510 പേർക്ക് IT രംഗത്ത് മാത്രം തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. IT മേഖലയിൽ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ഈ കാലയളവ്. 52.44 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ടപ്പ് സ്പേസ് ആണ് 4 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നത്. ഇനി 35 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്പേസ് വർക്ക് പുരോഗമിക്കുകയാണ്. നിസാൻ, ടെക് മഹീന്ദ്ര, ടെറാനെറ്റ്, ടോറസ് തുടങ്ങിയ കമ്പനികളടക്കം 292 അധിക കമ്പനികളാണ് കേരളത്തിലേക്ക് ഇതിന്റെ ഭാഗമായി കടന്നു വരുന്നത്. ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത് വ്യവസായ മേഖലയിൽ വേറെയുണ്ട്. ഞാനത് സമയം നിങ്ങൾ അധികം തരുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാം. IT രംഗം പറഞ്ഞതുകൊണ്ട് വ്യവസായ വികസനം IT രംഗത്തിന് പുറത്തുള്ളത് കൂടി ചൂണ്ടിക്കാട്ടണമല്ലോ. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 131.60 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിച്ചു. നഷ്ടത്തിലായവ ലാഭത്തിലാക്കി. 132 കോടി രൂപയോളം നഷ്ടത്തിലായിരുന്ന UDF കാലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് 8.26 കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഉയർന്നു. ഇത് മാജിക് കാട്ടിയിട്ടല്ല. പിണറായി വിജയനോ കേരളത്തിലെ മന്ത്രിമാരോ മാജിക് കാട്ടിയിട്ടല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ബദൽ നയം ഈ മേഖലയെ ഉയർത്തിപ്പിടിച്ചിട്ടാണ്. പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളെ മാറ്റി വ്യവസായികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരുവാനുള്ള ധൈര്യം നൽകാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു. ഇനി നമ്മൾ പറയേണ്ട ഒരു മേഖല കൂടി ഞാനിവിടെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് ഈ നാട് ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയ കാർഷിക മേഖലയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. നമുക്കറിയാം, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്ത് നെൽകൃഷി ഉണ്ടായിരുന്നത് 1.7 ലക്ഷം ഹെക്ടറിൽ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 2.02 ലക്ഷം ഹെക്ടറായി മാറി. 3860 കോടി രൂപയുടെ സുഭിക്ഷ കേരളം പദ്ധതി സംസ്ഥാന സർക്കാർ രൂപം നൽകിയതാണ്. നമ്മുടെ മുമ്പിലുണ്ട്. പാലുൽപാദന വളർച്ച ഇന്ത്യക്ക് മാതൃകയായി കേരളം മാറി. 6.4% ആയിരുന്നു ഇന്ത്യയുടെ ശരാശരിയെങ്കിൽ നമ്മുടെ സംസ്ഥാനം അത് 12.46%. ലാൽ, ഒറ്റക്കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, അതിന് സമയം നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ അനീതിയാകും. അത് പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അത് ഞാൻ പ്രത്യേകിച്ച് കണക്കൊന്നും പറയേണ്ടതില്ല. എന്നാലും 4752 സ്കൂളുകളിൽ IT അടിസ്ഥാന സൗകര്യവും 14,000 സ്കൂളുകളിൽ
ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യവും ഒരുക്കി 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറ്റാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഇവിടെ ഞാൻ വെക്കുകയാണ്. 1,12,072 പ്രൈമറി സ്കൂളുകളിൽ പ്രൈമറി ഹൈടെക് ലാബ് പദ്ധതിയും ഈ സർക്കാർ നടപ്പിലാക്കി. 5 ലക്ഷം കുട്ടികളാണ് ഡോക്ടർ ലാൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വർദ്ധിച്ചിട്ടുള്ളത് എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഈ അവാർഡിന്റെ ക്രെഡിബിലിറ്റി. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഒരു പ്രത്യേക അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ ചർച്ചക്കെടുക്കുന്നില്ല. ഇപ്പോ കൈരളി ചാനൽ ചർച്ചക്കെടുത്തു. അപ്പൊ അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ ചർച്ചക്കെടുക്കുമ്പോഴേ ജനങ്ങൾക്ക് ഭരണകക്ഷി പറയുന്നതും പ്രതിപക്ഷം പറയുന്നതും ചാനൽ ചർച്ചകളിലൂടെ സമാധാനപരമായി കേൾക്കാൻ പറ്റുക. ഇന്നത്തെ വിവാദങ്ങളും പ്രശ്നങ്ങളൊന്നും ഒളിച്ചോടുകയല്ല. ഇന്നലെ വരെ സമയമെടുത്ത് ചാനലുകളിൽ മാറി മാറി പങ്കെടുത്തവരാണല്ലോ നമ്മളൊക്കെ. അത് ഇനി വെച്ച് കഴിഞ്ഞാൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഒളിച്ചോടുന്ന പ്രശ്നമൊന്നും ഇതിലില്ല എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ ഒരു വാദത്തിന് പറയുന്നത് സമയം കളയാനാണ്. അതിനുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. പക്ഷെ പറഞ്ഞ കാര്യം ഒന്ന്, ഈ അവാർഡിന്റെ ക്രെഡിബിലിറ്റി. ഈ അവാർഡ് നിങ്ങളെടുത്ത് മാറ്റിക്കോ. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഇന്ത്യ ആൻഡ് ലോക്കൽ സർക്കിൾസ് നടത്തിയിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള സർവേ രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗവും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളമാണ് ഒന്നാമത്. ഞാൻ എല്ലാം പറയുന്നില്ല, ഞാൻ വേറെ ഒരു 4-5 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് ശിശു സൗഹൃദ സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് നമ്പർ 1 സ്റ്റേറ്റ് കേരളത്തെയാണ്. ക്രമസമാധാന രംഗത്ത് 2ാം സ്ഥാനം, പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് 3ാം സ്ഥാനം, അതിൽ ക്രമസമാധാന രംഗത്ത് 1ാം സ്ഥാനത്തേക്ക് കേരളം വന്നു. അതിന്റെ കണക്കൊക്കെ എന്തെങ്കിലുണ്ട്, ഞാൻ സമയക്കുറവ് മൂലം വായിക്കുന്നില്ല. ഇനി നീതി ആയോഗിന്റെ റിപ്പോർട്ട്, അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. നീതി ആയോഗിന്റെ ക്രെഡിബിലിറ്റി. ആരോഗ്യ മേഖലയിൽ ദേശീയ തലത്തിൽ കേരളം നമ്പർ 1. ശിശു മരണനിരക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കും ഏറ്റവും കുറവ് കേരളത്തിൽ. മികച്ച പ്രതിരോധ കുത്തിവെപ്പ് നൽകുന്ന കാര്യത്തിലും കേരളം 1ാമത്. രാജ്യത്തെ മികച്ച സർക്കാർ ആശുപത്രികളിൽ 1ാം സ്ഥാനത്ത് കേരളം. ഇനി അതൊക്കെ മാറ്റി. അപ്പോ നിങ്ങൾ പറഞ്ഞ അവാർഡിന്റെ ക്രെഡിബിലിറ്റി പ്രശ്നം ഞാൻ മറുപടി പറഞ്ഞു. 2ാമത്തത് അദ്ദേഹം നിയമനമാണ്. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വളരെ അഭിമാനമുണ്ട്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന രീതിയിലേക്ക് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഇടപെട്ട് യുവജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നൊരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. ഞാൻ അതിന്റെ കണക്ക് സമയക്കുറവ് മൂലം പറയാഞ്ഞത്, കണക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. UDF സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന്റെ അടുത്തുപോലും നിയമനങ്ങളുടെ കാര്യത്തിൽ എത്താൻ പറ്റില്ല. അത് ഞാൻ കണക്ക് തന്നെ വെച്ച് പറയാം. 31/7/2019 വരെ, അതായത് ജൂലൈ വരെ 1,41,65 പേർക്ക് നിയമന ശുപാർശ നൽകി. UDF സർക്കാർ ഈ സമയത്ത് നൽകിയ ശുപാർശയുടെ കണക്ക് 1,23,104 ഇനി ഈ കാലയളവിൽ നൽകിയ നിയമനങ്ങൾ എടുക്കാം. UDFന്റെയും LDFന്റെയും LP അധ്യാപക നിയമനം UDFന്റെ കാലത്ത് 1,630 ആയിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് 7,322. UP അധ്യാപക നിയമനം UDF സർക്കാരിന്റെ കാലത്ത് 802 ആയിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് 4,466. പൊതുവിദ്യാലയങ്ങളുടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ എയ്ഡഡ് സ്കൂളുകളിലും നിയമനത്തിന് അവസരമൊരുങ്ങി. ഇനി ആരോഗ്യ മേഖലയിലെ നിയമനം. സ്റ്റാഫ് നഴ്സ് UDF സർക്കാരിന്റെ കാലത്ത് 1,608 ആയിരുന്നെങ്കിൽ LDF സർക്കാരിന്റെ ഈ കാലയളവിൽ 3,607. സ്റ്റാഫ് നഴ്സ് അണ്ടർ DME UDF സർക്കാരിന്റെ കാലത്ത് 924 ആയിരുന്നെങ്കിൽ LDF സർക്കാരിന്റെ കാലത്ത് 2,200. അസിസ്റ്റന്റ് സർജൻ UDF സർക്കാരിന്റെ കാലത്ത് 2,435 ആയിരുന്നെങ്കിൽ LDF സർക്കാരിന്റെ കാലത്ത് 3,324. ഇനി ഓരോന്നും ഞാൻ വായിക്കാം. ഓരോ നിയമനവും LDFന് അടുത്തില്ല. ഞാനത് സമയം തരില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇനി വേണമെങ്കിൽ ഇനിയും വായിക്കാം. ഇനി 3ാമത്തെ പ്രശ്നം അദ്ദേഹം പറഞ്ഞ ആരോഗ്യ മേഖലയും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യ മേഖലയും ലൈഫ് പദ്ധതിയും ഞാൻ പറയാഞ്ഞിട്ടല്ല, സമയത്തിന്റെ പ്രശ്നം കാരണ. സമയം തരികയാണെങ്കിൽ എല്ലാ മേഖലയും ഞാൻ പറയാം. അതിലാദ്യം ലൈഫ് നിങ്ങൾ എടുത്തോ. നിങ്ങൾ ലൈഫ് പദ്ധതി എടുക്കുമ്പോൾ 2,21,266 ആളുകൾക്ക് വീടുകൾ നൽകുന്നതിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഘട്ടം 1ാം ഘട്ടം എന്നിങ്ങനെയും നമുക്കറിയാം, 2ാം ഘട്ടം അറിയാം, 3ാം ഘട്ടം അറിയാം. പൂർത്തീകരിക്കപ്പെടാതിരുന്ന 52,070 വീടുകളും താമസയോഗ്യമാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഓരോ കണക്കിലേക്കും ഞാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞ ആരോഗ്യ മേഖലയുടെ ആർദ്രം പദ്ധതി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ പറയാത്ത 3 കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്.
ഒന്ന് വൈദ്യുതി മേഖലയാണ്. 2017 മെയ് മാസത്തോടെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. വേറെ ഏത് സംസ്ഥാനമുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടോ? പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈദ്യുതി എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടോ? ഇല്ല. എത്തിയത് നിങ്ങൾ രണ്ടുപേർക്കും അഭിമാനിക്കാം, നമ്മുടെ കേരളത്തിലാണ്. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ വൈദ്യുതി മേഖലയിലെ നയമാണ്. നമുക്കറിയാം അതിന്റെ ഒരു ഉദാഹരണം. ഇവിടെ 400 kV ഇടമൺ കൊച്ചി പവർ ലൈൻ പദ്ധതി പല കാരണങ്ങളാൽ ഇല്ലാതായിരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി അത് സമർപ്പിച്ചു നാടിന്. അതിന്റെ ഭാഗമായി മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ എത്ര വൈദ്യുതി ഇറക്കുമതി ശേഷിയിൽ നാം മുന്നോട്ട് വന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. 500 മെഗാവാട്ടിന്റെ വർധനവാണ് ഈ പദ്ധതി സഹായകരമാക്കിയത്. ഇനി വൈദ്യുതി രംഗം നിങ്ങൾ എടുത്ത് മാറ്റിക്കോ. ഇനി നിങ്ങൾ പ്രവാസികളുടെ വിഷയം നമ്മൾ ഈ കോവിഡ് കാലത്ത് ചർച്ച ചെയ്തല്ലോ. പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? 8 കർമ്മ പദ്ധതികൾ സർക്കാർ ആരംഭിച്ചു. ലോക കേരള സഭ രൂപീകരിച്ചു. 11 ലീഗൽ കൺസൾട്ടന്റുമാരെ നിയമിച്ചു. പ്രവാസി ക്ഷേമനിധി അംഗസംഖ്യ 1.5 ആയിരുന്നത് 1,50,000 നിന്നും 4 ലക്ഷത്തോളമായി വർദ്ധിപ്പിച്ച സർക്കാരല്ലേ ഈ സർക്കാർ? ഏതെല്ലാം മേഖലയിൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ക്ഷേമനിധി വർദ്ധിപ്പിച്ചത് മാത്രമല്ല, ഇടപെട്ടിട്ടുണ്ട്. ഇനി ദുർബല ജനവിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം, അതുപോലെ എല്ലാ വിഭാഗവും അവർക്ക് വേണ്ടി നടപ്പിലാക്കിയ കാര്യങ്ങൾ. ടൂറിസം മേഖലയിൽ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കോവിഡ് കാലത്തിന്റെ മുമ്പ് കേരളമാണ് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ മേഖലയിൽ സർക്കാർ ഇടപെട്ടത്, നടപ്പിലാക്കിയ പദ്ധതികൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കോവിഡ് കാലത്ത് കേരളത്തിൽ മാത്രമല്ല കുറവ്, ഇന്ത്യയിൽ എല്ലായിടത്തും ലോകത്തും ടൂറിസ്റ്റുകൾ വരുന്നില്ല. സർക്കാരിന്റെ ആധികാരികമായ കണക്കാണ്, അത് ചോദ്യം ചെയ്യാൻ പറ്റും. സർക്കാരിന്റെ ആധികാരികമായ കണക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറയട്ടെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയതുപോലുള്ള കാര്യങ്ങൾ BJP സർക്കാർ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, പട്ടികജാതി വികസന വകുപ്പ് കഴിഞ്ഞ 4 വർഷങ്ങളിൽ 17,177 ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനുള്ള സ്ഥലം വാങ്ങുവാൻ സഹായം നൽകി. അത് മാത്രമാണോ? സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ഭൂരഹിതരായ 1,43,000 പേർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പട്ടയം നൽകി. ശരി, പൊതുവിപണിയിലേക്കാൾ 60% വിലക്കുറവിൽ 14 ഇനം അവശ്യ സാധനങ്ങൾ എത്തിച്ചു. ഇങ്ങനെ എന്തൊക്കെ നടപ്പിലാക്കിയ സർക്കാരാണ്. നിങ്ങൾ എന്ത് വിവാദം പറഞ്ഞാലും എന്ത് പ്രശ്നം പറഞ്ഞാലും അതിനൊക്കെ ഞങ്ങൾ മറുപടി പറയാം. ഇനി ഇടമൺ കൊച്ചി പദ്ധതി കേരളത്തിലെ സർക്കാരിന്റെ ഗുണമല്ല, BJP പ്രതിനിധി പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ്. ഇടമൺ കൊച്ചി പദ്ധതി ഇന്നലെ അങ്ങോട്ട് പൊട്ടിമുളച്ചതല്ല. കേന്ദ്ര സർക്കാരും ആദ്യമായിട്ടല്ല ഇപ്പോ ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതലുണ്ട്. അപ്പോ അന്നും കേന്ദ്ര സർക്കാരില്ലേ, അന്നും BJP സർക്കാരില്ലേ? UDF ഭരിക്കുമ്പോൾ BJP സർക്കാർ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും നടപ്പിലാക്കാത്തത് ഇപ്പൊ നടപ്പിലാക്കാൻ കാരണം നിശ്ചയദാർഢ്യത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സർക്കാർ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. മൂന്നാമത്തത്, ഇവിടെ വികസന ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എല്ലാം ഒന്നും പറയണമെന്ന് ഉദ്ദേശിച്ചല്ല, പക്ഷെ ഇതൊരു അവസരമാണ്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കേരളം ഇതുവരെ കാണാത്ത വികസനമല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഒറ്റ ഉദാഹരണം നിങ്ങൾ എടുത്തോ. 1251 കിലോമീറ്റർ മലയോര ഹൈവേ 3500 കോടി രൂപ ചെലവിൽ നിർമ്മാണം തുടങ്ങി. 5 റീച്ചിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ബാക്കി റീച്ചുകൾ കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഇത് എടുത്തു പറയേണ്ടതല്ലേ. തീരദേശ ഹൈവേ നിർമ്മാണം, അത് കിഫ്ബി 6500 കോടി നീക്കിവെച്ചു. ദേശീയപാത വീതി കൂട്ടുന്നു. ശബരി റെയിൽപാതയുടെ സർവേ പുരോഗമിക്കുന്നു. കൊച്ചി മെട്രോ ആദ്യഘട്ടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ടമായി മഹാരാജാസ് തൈക്കുടം പാത നിർമ്മിച്ച് ഗതാഗതം തുടങ്ങി. പേട്ട SR ജംഗ്ഷൻ ലൈനിൽ തറക്കല്ലിട്ടു. കണ്ണൂർ വിമാനത്താവളം നമ്മുടെ മുമ്പിലുണ്ട്. ശബരിമല വിമാനത്താവളം അടുത്ത ലക്ഷ്യമാണ്. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് 39 ആഭ്യന്തര സർവീസുകൾ കൂടി കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വാട്ടർ മെട്രോ ടെർമിനൽ നിർമ്മാണം തുടങ്ങി. അത് പറയാതെ പോകാൻ വേണ്ടി പറ്റില്ല. അത് ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച ഇടപെടലിന്റെ മാതൃകയാണ്. അത് ബഹുമാനപ്പെട്ട 2 പ്രതിനിധികളും അവരുടെ പ്രസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണം. കേരളത്തിൽ 390 പുഴകളെയും 36,623 നീർച്ചാലുകളെയും പുനർജീവിപ്പിച്ചു.
24,000 ഹെക്ടർ തരിശു നിലത്തിൽ കൃഷി ഇറക്കാനായി ഹരിത കേരള മിഷനിലൂടെ. അതിന്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ല. ഇതൊരു മാതൃകയാണ്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഹരിത കേരള മിഷനെ ഒരു മാതൃകയാക്കാൻ ശ്രമിക്കണം.